അലി അക്ബർ ഷാ നമ്മോടൊപ്പം. അലി അക്ബർ ഷാ ബസ്സിലാണുള്ളത് അല്ലേ? ബസ്സിൽ എങ്ങനെയാണ് യാത്രക്കാരുടെ അനുഭവങ്ങൾ, ജീവനക്കാരുടെ അനുഭവങ്ങൾ അലി അക്ബർ ഷാ? നികേഷ്, ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം SN ജംഗ്ഷൻ, തൃപ്പൂണിത്തുറ SN ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നു. വലിയ ചൂട്, കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. അത് യാത്രക്കാരിലൊക്കെ പ്രകടമാണ്. ബസ് യാത്രക്കാർ വലിയ ദുരിതം അനുഭവിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഈ കനത്ത ചൂടിൽ ഈ ബസ്സിൽ യാത്ര ചെയ്യേണ്ടി വരുന്ന അവസ്ഥ വലിയ ദുരിതമാണ്. അത് യാത്രക്കാരോടൊപ്പം തന്നെ ജീവനക്കാരും അനുഭവിക്കുന്നുണ്ട്. ഈ വിൻഡോ സീറ്റിലൊക്കെ ഇരിക്കുന്ന ആളുകൾ വലിയ ദുരിതം അനുഭവിക്കുന്നു. നമുക്ക് ആളുകളുടെ പ്രതികരണത്തിലേക്ക് പോയാൽ, ചേട്ടാ, ചൂട് എങ്ങനെയുണ്ട് എറണാകുളത്ത്? നല്ല ചൂടാണ്, രാത്രിയും പകലും ചൂടാണ്. എത്ര വയസ്സായി? 80 കഴിഞ്ഞു. ഈ പ്രായത്തിനിടയ്ക്ക് ഇത്രയും ചൂടിന് മുമ്പ് അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല 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 ഇല്ല. രാത്രിയൊക്കെ എന്താ അവസ്ഥ? രാത്രിയും ഭയങ്കര ചൂടാണ്. ഈ ബസ്സിൽ ഈ സമയത്ത് യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ട് എങ്ങനെയാണ്? ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഒരു മരണാവശ്യത്തിന് പോവുകയാണ്, അല്ലെങ്കിൽ പോവില്ല. ഈ നേരത്തിന് ഇറങ്ങില്ല. ഒരു മരിപ്പുള്ളത് കൊണ്ട് ഇപ്പോൾ പോവുകയാണ്, അല്ലെങ്കിൽ ഈ നേരത്തിന് ഇറങ്ങാറില്ല. ചേട്ടാ, എറണാകുളത്ത് എങ്ങനെയാണ് ചൂട്? എന്താ അവസ്ഥ? ചൂട് എങ്ങനെയാണ്? ചൂട് കൂടുതല. നമ്മൾ ഓർത്താരനല്ല, തൃശ്ശൂർക്കാരനാ. ബസ്സിൽ സ്ഥിരം യാത്ര ചെയ്യുന്ന ആളാണോ? അല്ല. ഇതിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമാണ്. നമ്മൾ നടത്തണം കൂടുതലുണ്ടാവാറ്, ബസ്സിലങ്ങനെ കയറില്ല. ചേട്ടാ, ചൂട് എങ്ങനെയാണ്? നല്ല ചൂടാണ്, നല്ല ചൂട്. ബസ്സിൽ യാത്ര ബുദ്ധിമുട്ടുണ്ട്, നല്ല ബുദ്ധിമുട്ടാണ്. ഇവിടെ പോകാണ്ടിരിക്കാൻ പറ്റില്ല, അതാണ്. നികേഷ് പറഞ്ഞതുപോലെ സാധാരണക്കാർ ഏറ്റവും അധികം ആശ്രയിക്കുന്ന വാഹനം ബസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മറ്റു മാർഗ്ഗമില്ലാത്തത് കൊണ്ട് അവർ കയറുന്നതാണ്. ഈ സമയത്ത് വലിയ ദുരിതമുണ്ട്. നമുക്ക് ജീവനക്കാരുടെ പ്രതിസന്ധി കൂടി ചോദിക്കാം. ചേട്ടാ, ഇപ്പം ചൂട് കാരണം ആളുകൾ പുറത്തിറങ്ങാൻ മടിക്കുന്ന ഒരു സമയമാണ്. അത് യാത്രക്കാർ കുറവ് ബാധിക്കുന്നുണ്ടോ? യാത്രക്കാർ വളരെ കുറവാണ്. ചൂട് സമയമാണ്. രാവിലെ 5:30 ഞങ്ങൾ 7:30 വരെ യാത്ര ചെയ്യുന്നു. പക്ഷേ ആളുമില്ല, ഒടുക്കത്തെ ചൂടാണ്. വെള്ളം കൂടി ഭക്ഷണം കഴിക്കലൊന്നും നടക്കണില്ല. ഭയങ്കര ചൂടാണ്, അസഹനീയം. ഇത്രയും ചൂട് ഇതായിട്ടില്ല തൊട്ട്. ഈ ഒരു സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നതൊക്കെ വലിയ പ്രതിസന്ധിയാണ്. വെള്ളം കുടിക്കണം എന്നൊക്കെയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അറിയിപ്പ്. നടക്കാറുണ്ട്. വെള്ളം മാത്രമല്ല, വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവരും, അത് കുടിക്കും. തണുത്ത വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ടക്ക് തന്നെ കാരണം ചൂടുവെള്ളം കുടിച്ചാണ് നമ്മൾ ഇതായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ സൈഡ് സീറ്റിലൊക്കെ ഇരിക്കുന്നതിന് യാത്രക്കാർ ബുദ്ധിമുട്ട് പറയാറുണ്ടോ? ഈ വെയിലടിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് പറയാറുണ്ടോ? 3 മണി ആ സൈഡ് മൊത്തം വെയിലായിരിക്കും. അപ്പോൾ ആൾക്കാരെല്ലാം ഈ സൈഡിലേ ഇരിക്കുകയുള്ളൂ. ആളും കുറവാണ്, ആൾ തീരെയില്ല. എല്ലാവരും സ്വന്തം വണ്ടിയൊക്കെ ഉപയോഗിച്ചൊക്കെയാണ് പോകുന്നത്. നികേഷ് പറഞ്ഞതുപോലെ വലിയ ദുരിതമാണ്. ദൃശ്യങ്ങളിൽ കാണാം, ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ട് കുടുംബങ്ങളൊക്കെ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനം കൂടിയാണ് ബസ് എന്ന് പറയുന്നത്. സ്വാഭാവികമായും അതിൻ്റെതായ വലിയ ദുരിതം ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ബസ് ജീവനക്കാർ, കണ്ടക്ടർ ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ആളുകൾ പുറത്തിറങ്ങാൻ മടിക്കുകയാണ്. ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ ആളുകൾ പുറത്തിറങ്ങുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ബസ്സുകളിൽ യാത്രക്കാരും വളരെ കുറവാണ്. കയറുന്ന ആളുകളും വലിയ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയാണ് പറവൂർ ഭാഗത്ത് ഈ കനത്ത ചൂടേറ്റ് ഒരു വയലിൽ കെട്ടിയിരുന്ന പോത്ത് ചത്തു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നിരവധി ആളുകൾ, കർഷകർക്കൊക്കെ സൂര്യാഘാതമേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളവും. നികേഷ്, അലി അക്ബർ ഷായാണ് വിശദാംശങ്ങൾ നൽകുന്നത്.